ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് പച്ചമാങ്ങ വെച്ചിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. എണ്ണ മാങ്ങയുടെ റെസിപ്പിയാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ എണ്ണ മാങ്ങ ഉണ്ടാക്കിയിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ വർഷങ്ങളോളം യാതൊരു കേടും ഇല്ലാതെ പൂപ്പലൊന്നും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചോറിനൊപ്പം പ്രത്യേകിച്ചിട്ട് വേറെ കറിയൊന്നും ഇല്ലെങ്കിലും തൈരും ഈ ഒരു എണ്ണ മാങ്ങയുടെ 1-2 പീസും ഉണ്ടെങ്കിൽ അത് മാത്രം മതിയാകും ഇഷ്ടത്തോടെ ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിനായിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ വേണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നുകൂടി ചെറുതാക്കാം. ഞാൻ ഒന്നുകൂടി ഒന്ന് ചെറുതാക്കുന്നുണ്ട്. അങ്ങനെയാവുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും. അധികം തിന്നായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല, കുറച്ച് തിക്കായിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഇതാ ഞാനിവിടെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു തിക്നെസ്സിലാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അധികം തിന്നായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. ഇനി മാങ്ങയിലുള്ള ഈർപ്പം ഒന്ന് കളഞ്ഞെടുക്കണം. അതിനായിട്ട് നല്ല വൃത്തിയുള്ള തുണിയോ അല്ലെങ്കിൽ ഇതുപോലെ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് ഒപ്പിയെടുക്കാം. അതല്ലാന്നാണെങ്കിൽ കുറച്ച് നേരം വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുത്താലും മതി. ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒന്ന് പോയി കിട്ടണം, അത്രയേ ഉള്ളൂ. അങ്ങനെയാവുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. വളരെ കാലം ഈ എണ്ണമാങ്ങ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നല്ലെണ്ണയാണ് യൂസ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം ഇതിലോട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. വലിയ പാത്രമൊക്കെ ആണെങ്കിൽ ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ മാങ്ങയൊന്ന് ഫ്രൈ ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. 10 മുതൽ 15 മിനിറ്റ് വരെ എടുക്കും ഓരോ ബാച്ചും ഫ്രൈ ആയി കിട്ടാനായിട്ട്. കുറച്ച് ക്ഷമ വേണമെന്നേ ഉള്ളൂ. നല്ല ക്ഷമയോട് കൂടിയിട്ട് ഇതിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എണ്ണ മാങ്ങ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ കഷ്ടപ്പാടൊന്നും വെറുതെ ആയിട്ടില്ല എന്ന് നമുക്ക് തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു എണ്ണ മാങ്ങ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ മാങ്ങ അച്ചാർ പോലെയൊന്നുമല്ല, ഇതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്. ചോറിൻ്റെ കൂടിയൊക്കെ ഇത് മാത്രം മതിയാകും. തൈരും ഈ ഒരു എണ്ണ മാങ്ങയുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചോറ് കഴിക്കാം കേട്ടോ. അതും നല്ല മനസ്സറിഞ്ഞിട്ട് തന്നെ കഴിക്കാനും പറ്റും. നല്ല രുചിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഒട്ടുമിക്ക പേരും ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാലും അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മാങ്ങയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ എണ്ണ മാങ്ങ ഉണ്ടാക്കിയിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കാലങ്ങളോളം യൂസ് ചെയ്യാം. ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്കായാലും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇതുപോലെ എണ്ണ മാങ്ങ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കാലങ്ങളോളം ഇത് കേടാകാതെ ഇരിക്കും. ഇത്ര ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇതെപ്പോൾ തീർന്നെന്ന് ചോദിച്ചാൽ മതി. കുട്ടികളൊക്കെ ഇതങ്ങനെ കുറച്ച് കൊണ്ട് നടക്കും. കുട്ടികൾ മാത്രമല്ല കേട്ടോ, നമുക്കായാലും ഇത് കഴിക്കുന്ന കാര്യത്തിലൊരു കൺട്രോൾ കിട്ടില്ല. അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഈ ഒരു കളറാകുന്നത് വരെ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കണ്ടല്ലോ, ചെറിയൊരു സൗണ്ടൊക്കെ ഉണ്ടാവും. ഇതിങ്ങനെ പ്ലേറ്റിലിടുന്ന സമയത്ത് ഒരു കിലുങ്ങുന്ന സൗണ്ടൊക്കെ ഉണ്ടാവും. അതുവരേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ ഇതിലുള്ള ജലാംശമൊക്കെ പൂർണ്ണമായിട്ടും മാറിക്കിട്ടുള്ളൂ. ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ നെക്സ്റ്റ് ബാച്ച് കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഇതാ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു പാനിലോട്ട് 6-7 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. വറ്റൽമുളകിന് പകരം മുളക് പൊടി മാത്രം യൂസ് ചെയ്യാവുന്നതാണ്. മുളക് പൊടിയാണെങ്കിൽ മുളക് പൊടി ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. തീ വളരെ കുറച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ എനിക്ക് കൂടുതൽ ടേസ്റ്റിയായി തോന്നിയിട്ടുള്ളത് വറ്റൽ മുളക് ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കുമ്പോഴാണ്. അപ്പോൾ വറ്റൽ മുളക് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഞാനിതിലോട്ട് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ഒന്ന് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം, കാരണം ഉപ്പിലും ജലാംശം ഉണ്ടാവും. അപ്പോൾ അതും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടി എല്ലാം നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളറ് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല, ഞാൻ ഇതിലോട്ട് വറ്റൽമുളക് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം കുട്ടികളൊക്കെ കഴിക്കുന്നത് കാരണം വറ്റൽമുളക് കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇല്ലാതെ വറ്റൽമുളക് തന്നെ എടുത്തിട്ടും ചെയ്യാം കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കളറ് കൂടുതൽ കിട്ടും. മുളക് പൊടി ചേർത്തതിന് ശേഷം ഫ്ലെയിം വളരെ കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്.
ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. നമ്മുടെ എണ്ണമാങ്ങയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അതുകൊണ്ട് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മുളക് പൊടി ചേർത്തതിന് ശേഷം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തന്നെ എല്ലാം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ ചൂടോടുകൂടി തന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. നന്നായിട്ട് തുടച്ചതിന് ശേഷം മാത്രമേ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. കുറച്ചെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ പൂപ്പൽ വന്നു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന പാത്രത്തിലായാലും സ്പൂണിലായാലും ഒന്നും ഒരു തുള്ളി വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങളിലോട്ട് ഈ ഒരു പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ചായി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എത്രത്തോളം പൊടി ആവശ്യമുണ്ടോ അത്രത്തോളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ മാങ്ങ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള നല്ലെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ 1-2 ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ നല്ലെണ്ണ ഒഴിച്ചെടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പം ഇത് എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതെ ഇരുന്നോളും. നമുക്കെല്ലാവർക്കും അറിയാം, അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ നല്ലെണ്ണയാണ് യൂസ് ചെയ്യാറ്. നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്ന സമയത്ത് അച്ചാർ കുറേ കാലം കേടുകൂടാതെ ഇരിക്കും. അതുപോലെ തന്നെയാണ് ഈ ഒരു എണ്ണ മാങ്ങയും. ഇതുപോലെ അവസാനമായിട്ട് കുറച്ച് നല്ലെണ്ണ കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് അടിപൊളി ടേസ്റ്റും ആയിരിക്കും. ഇത് നമുക്ക് ഭരണിയിലോ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലിലോ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇത് കഴിക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന സ്പൂണിലൊന്നും ഒരു തുള്ളി വെള്ളം ഉണ്ടാവരുത്. അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്കിത് വളരെ കാലം കേടുകൂടാതെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ ക്വാണ്ടിറ്റിയിലാണല്ലോ. കുറേ മാങ്ങയൊക്കെ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ എടുത്തിരിക്കുന്ന ചേരുവകളിലൊക്കെ ക്വാണ്ടിറ്റിയിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ട് തയ്യാറാക്കിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാകുമ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.